നമസ്കാരം, ഇൻഫോ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രീഷ്മ യതീന്ദ്രദാസ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കൊരട്ടിയിൽ മാനസിക രോഗിയെന്ന് സംശയിക്കുന്നയാൾ കട അടിച്ചു തകർത്തു. ഇടവേള ബാബുവിനെ ഇരിങ്ങാലക്കുട നഗരസഭയുടെ ശുചിത്വ മിഷൻ അംബാസഡർ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് പരാതി. ചാലക്കുടി ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ സ്കൂളിന്റെ അരങ്ങ് 2024 സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. വിശിഷ്ട സേവനത്തിന് രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ നേടിയ ഗുരുവായൂർ ACP TS സിനോജിനെ അനുമോദിച്ചു. നന്ദിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ SSK ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും വിജയോത്സവവും സംഘടിപ്പിച്ചു. ക്രൈം കൺട്രോൾ ഓർഗനൈസേഷൻ നാഷണൽ വൈസ് പ്രസിഡന്റായി കൊടകര സ്വദേശി. വിശദമായ വാർത്തയിലേക്ക്. കൊരട്ടിയിൽ മാനസിക രോഗിയെന്ന് സംശയിക്കുന്നയാൾ കട അടിച്ചു തകർത്തു. കൊരട്ടി പെരുമ്പിയിലെ ബെത്ലഹേം ചർച്ച് ആർട്ടിക്കിൾസ് എന്ന കടയാണ് തല്ലി തകർത്തത്. ഇന്ന് രാവിലെ 6:30യോടെയാണ് സംഭവം. ഇതുവഴി പോയ യാത്രക്കാരാണ് ദൈവരൂപങ്ങൾ വിൽക്കുന്ന കട അടിച്ചു തകർക്കുന്നത് കണ്ടത്. തുടർന്ന് കടയുടമ വട്ടപ്പറമ്പ് സ്വദേശി കാച്ചപ്പള്ളി വീട്ടിൽ വിൻസെന്റിനെ വിവരമറിയിക്കുകയായിരുന്നു. കല്ലുപയോഗിച്ച് ഷട്ടർ തകർത്ത് അകത്ത് കയറിയ ഇയാൾ കടയുടെ മുൻപിലെ ഗ്ലാസ് തകർക്കുകയും കടയ്ക്കകത്തെ രൂപങ്ങൾ തള്ളിയിട്ട് നശിപ്പിക്കുകയും ചെയ്തു. സംഭവം തടയാൻ ശ്രമിച്ച നാട്ടുകാർക്ക് നേരെയും ഇയാൾ കല്ലുമായി ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. കൊരട്ടി പോലീസിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ വൈകിട്ട് എൻ്റെ മകൻ കട പൂട്ടിപ്പോയതാണ്. ഇന്ന് രാവിലെ 6:30 6:45 ഒരു സംസാരിക്കുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെ ഒരു വ്യക്തിയെ നാട്ടുകാർ പിടിച്ചു വെച്ചു. ആളുടെ കയ്യിൽ കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വെച്ചാൽ അവർക്ക് നാട്ടുകാർക്ക് വളഞ്ഞു വെക്കാനേ പറ്റുള്ളൂ, തൊടാൻ പറ്റണില്ല. അങ്ങനെ വ്യക്തിയെ ഷട്ടർ കുത്തിപ്പൊളിച്ച് ചില്ല് പൊട്ടിച്ച് രൂപങ്ങൾ തട്ടിയിട്ട് ചെറിയ പൈസ അധികം കൊണ്ടുപോയിട്ടില്ല ആള്. ഞാൻ പള്ളിയിൽ പോയി വന്നപ്പോൾ ഞങ്ങളുടെ ഫോൺ നിന്നടിക്കായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് തന്നെ. നാട്ടുകാരെല്ലാവരും വിളിച്ച് പറഞ്ഞ് അതോടൊപ്പം ഇവിടെ വന്ന് അപ്പോൾ തന്നെ പോലീസുകാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പോലീസുകാർ കൃത്യമായിട്ട് ആ വ്യക്തിയെ ജീപ്പിൽ ഇരുത്തിയിട്ടുണ്ട്. ഇപ്പം ഞാൻ സ്റ്റേഷനിൽ പോയിരുന്നു, സംസാരിച്ചു, ഞാൻ പോകുന്നു. ഇടവേള ബാബുവിനെ ഇരിങ്ങാലക്കുട നഗരസഭയുടെ ശുചിത്വ മിഷൻ അംബാസഡർ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് പരാതി. സിനിമാ വ്യവസായ മേഖലയിൽ സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങൾ അന്വേഷിക്കുന്നതിനായി സർക്കാർ നിയമിച്ച ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിരവധി താരങ്ങൾക്കെതിരെ ആരോപണങ്ങൾ വരികയും അമ്മ സംഘടനയുടെ മുൻ ജനറൽ സെക്രട്ടറിയും സിനിമാ താരവുമായ ഇരിങ്ങാലക്കുട സ്വദേശി ഇടവേള ബാബു ജൂനിയർ ആർട്ടിസ്റ്റിനോട് ശാരീരിക ബന്ധത്തിന് ആവശ്യപ്പെട്ടതായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ഇരിങ്ങാലക്കുട നഗരസഭയുടെ ശുചിത്വ മിഷൻ അംബാസഡർ സ്ഥാനത്തു നിന്നും നീക്കണമെന്നാവശ്യപ്പെട്ടാണ് പൊതുപ്രവർത്തകനായ ഷിയാസ് പാളയംകോട്ട് ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സണ് പരാതി നൽകിയിരിക്കുന്നത്. ഇടവേള ബാബുവിനെതിരെയുള്ള പരാതിയിൽ പോലീസ് കേസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ചാലക്കുടി ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ സ്കൂളിന്റെ അരങ്ങ് 2024 സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. കലോത്സവം ചാലക്കുടി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് സന്തോഷ് PV അധ്യക്ഷത വഹിച്ചു. കലാഭവൻ ജയൻ മുഖ്യാതിഥിയായി. സ്കൂൾ പ്രിൻസിപ്പാൾ ബിന്ദു AM, പ്രധാന അധ്യാപിക സംഗീത PS, M അശ്വതി, EM ബിന്ദു, ദുർഗ S എന്നിവർ സംസാരിച്ചു. വിശിഷ്ട സേവനത്തിന് രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ നേടിയ ഗുരുവായൂർ ACP TS സിനോജിനെ അനുമോദിച്ചു. വെണ്ടൂർ ചുങ്കത്തുള്ള വസതിയിലെത്തിയാണ് KK രാമചന്ദ്രൻ MLA അനുമോദിച്ചത്. അളഗപ്പ CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സോജൻ ജോസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗം സജന ഷിബു, മറ്റ് പാർട്ടി പ്രവർത്തകർ എന്നിവർ സന്നിഹിതരായിരുന്നു. നന്ദിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ SSK ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും വിജയോത്സവവും സംഘടിപ്പിച്ചു.
സർവശിക്ഷ കേരളയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 46 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച നന്ദിക്കര ഗവൺമെന്റ് ഹൈസ്കൂളിലെ പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം കെ രാമചന്ദ്രൻ എംഎൽഎ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ.കെ. അനൂപ് അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കാർത്തിക ജയൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. 2023-24 അധ്യയന വർഷത്തിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. സ്കൂൾ അധികൃതരായ എച്ച്.എം. സമീന തോമസ്, PTA പ്രസിഡന്റ് M.K. അശോകൻ, പ്രിൻസിപ്പാൾ ആശ റാണി RS എന്നിവർ സംസാരിച്ചു. എല്ലാവരെയും ഞാൻ പ്രത്യേകമായി ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. ഇവിടെ SSLC +2 കെ ഭാസ്കരൻ രക്തസാക്ഷി ദിനാചരണം ആചരിച്ചു. ധീര രക്തസാക്ഷി സഖാവ് കെ ഭാസ്കരൻ രക്തസാക്ഷി ദിനാചരണം പഴമ്പിള്ളിയിൽ CPIM ഏരിയ സെക്രട്ടറി PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. LC സെക്രട്ടറി KV നൈജോ അധ്യക്ഷത വഹിച്ചു. സഖാക്കൾ KC ജെയിംസ്, അൻവർ സാദിഖ്, സുനിൽ K, ബാലൻ AK, ജോയി NT, ജിഷ ഷിജു, ദിവ്യ ഷാജു എന്നിവർ സംസാരിച്ചു. ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ക്രൈം കൺട്രോൾ ഓർഗനൈസേഷൻ നാഷണൽ വൈസ് പ്രസിഡന്റായി കൊടകര സ്വദേശി ഡോക്ടർ അശ്വിനി ദേവ് നിയമിതനായി. ഡൽഹിയിൽ നടന്ന യോഗത്തിൽ എക്സ് ക്യാബിനറ്റ് മിനിസ്റ്റർ രാജേന്ദ്ര സിംഗ് ഭണ്ഡാരി, ബ്രാൻഡ് അംബാസഡർ ആൻഡ് ചെയർമാൻ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ക്രൈം കൺട്രോൾ ഓർഗനൈസേഷൻ മോഹിത് നവാനി, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വൈസ് പ്രസിഡന്റ് രാജ്കുമാർ രാജ്, റെയിൽവേ മിനിസ്റ്ററി ഡോക്ടർ സരിത അഗർവാൾ, എക്സ് ഡയറക്ടർ ഇന്റലിജൻസ് ബ്യൂറോ നരേഷ് ഗുപ്ത രാജ്, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ അഡ്വക്കേറ്റ് ഭൂപേന്ദ്ര സിംഗ് എന്നിവർ പങ്കെടുത്തു. ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി റാംജി സിംഗ് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൈമാറി. കൊടകര വട്ടേക്കാട് ശിവം ഫൗണ്ടേഷൻ ഫൗണ്ടർ ഡോക്ടർ അശ്വിനി ദേവ് നിലവിൽ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കോൺസുലേറ്റ് മെമ്പറാണ്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6715 രൂപ, പവന് 53,720 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊരട്ടിയിൽ മാനസിക രോഗിയെന്ന് സംശയിക്കുന്നയാൾ കട അടിച്ചു തകർത്തു. ഇടവേള ബാബുവിനെ ഇരിങ്ങാലക്കുട നഗരസഭയുടെ ശുചിത്വ മിഷൻ അംബാസഡർ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് പരാതി. ചാലക്കുടി ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ സ്കൂളിന്റെ അരങ്ങ് 2024 സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. വിശിഷ്ട സേവനത്തിന് രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ നേടിയ ഗുരുവായൂർ ACP TS സിനോജിനെ അനുമോദിച്ചു. നന്ദിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ SSK ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും വിജയോത്സവവും സംഘടിപ്പിച്ചു. ക്രൈം കൺട്രോൾ ഓർഗനൈസേഷൻ നാഷണൽ വൈസ് പ്രസിഡന്റായി കൊടകര സ്വദേശി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ചാലക്കുടി പുതുക്കാട് മേഖലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.